അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അമിനി ദ്വീപിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാണ്. ഭാരത സർക്കാർ, ഭാരത അന്തരീക്ഷ ശാസ്ത്ര വകുപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അമിനി. ഓക്കെ, കാലാവസ്ഥാ നിരീക്ഷണ അപ്പോൾ എല്ലാത്തിലിടും. അപ്പം ഇവിടെ കാലാവസ്ഥ ആഴ്ചയിൽ 3 ദിവസമല്ലേ? ആഴ്ചയിൽ 3 ദിവസമല്ലേ ബലൂമുടൽ? എല്ലാ ദിവസവും ഇവിടെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ബലൂൺ അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി വിടും. അതിലെന്തോ കാര്യങ്ങൾ, സെൻസർ പോലത്തെ എന്തോ കാര്യങ്ങൾ, സെൻസർ റഡാർ സംവിധാനത്തിൽ അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. അതിൽ നിന്ന് അവർ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക്. ഓക്കെ, ഇവിടെ ആകെ 3 സ്റ്റാഫേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അമിനി ദ്വീപിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ഇതൊക്കെ കാറ്റിൻ്റെ വേഗത മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന മെഷീനോ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയോ സാമഗ്രികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്തൊരു സംഭവമാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെന്താണെന്ന് പറയാനറിയില്ല. ഈ ബോൾ പോലെ ഇതിലെന്തോ അടിയിലെന്തൊരു മീറ്റർ പോലത്തെ സംഭവം, അടയാളങ്ങളും കാര്യങ്ങളും കണക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഇതുള്ളത് കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അകലെ ബീച്ച് കാണാൻ കഴിയും. ഈ ഇതൊക്കെ വെച്ചിട്ടാണ് കാറ്റിൻ്റെ ശക്തിയും ദിശയൊക്കെ ഇവർ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ബലൂണിൽ എയർ നിറക്കാൻ പോവാണ്. ഈ ബലൂൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കാറ്റിൻ്റെ ദിശയും വേഗതയും മറ്റു കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ഒരു പ്രത്യേകതരം ബലൂൺ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബലൂണാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരിവിടെ സിലിണ്ടർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപയോഗിച്ച്, ഈ ബലൂൺ ഉപയോഗിച്ച് പിന്നെ താപനില, അതേപോലെ തന്നെ കാറ്റിൻ്റെ ദിശ, കാറ്റിൻ്റെ ശക്തി മുതലായ കാര്യങ്ങളൊക്കെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് തന്നെയാണ് ലോകത്തിലെ മുഴുവൻ വിമാനം കമ്പനികൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ ലോകത്തിൽ വിവിധ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ബലൂൺ ഇങ്ങനെ എയർ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രജൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബലൂണ് വീർത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് ചെറിയ ബലൂണല്ല, വലിയ ബലൂണാണല്ലോ. ബലൂണ് അവിടെ താഴെ നല്ല രീതിയിൽ കെട്ടി ഭദ്രാക്കിയിട്ടുണ്ട്. ഇത് താഴേക്ക് വരില്ലല്ലോ, അവനോട് പോകൂലേ? പൊട്ടി പോകൂലേ? 10,000 രൂപ അല്ലേ ഒരു നേരം? ദിവസം 2 നേരം, രാവിലെയും വൈകുന്നേരം അല്ലേ? ഒരു ദിവസം 2 നേരം ചെയ്യൂലേ ഇത്? ഒരു ദിവസം 2 നേരം ചെയ്യാം, രാവിലെ വൈകുന്നേരം അല്ലേ? അപ്പോൾ 20,000 റുപ്യ ഡെയിലി. 10,000 രൂപയുടെ ചിലവുണ്ട്. ഓക്കെ, മാഷെ കയ്യിലുള്ളത് വെറും ബലൂണല്ല, കാലാവസ്ഥാ നിരീക്ഷണമായിട്ട് ബന്ധപ്പെട്ട ബലൂണാണ്. ഇതിൻ്റെ താഴെ അല്ലേ മാഷെ ഹൈഡ്രജൻ നിറച്ചിട്ടുണ്ട്. മാഷ് പറഞ്ഞോളി, ഇതിന് താഴെ ഒരു ഡിവൈസ് പിടിപ്പിക്കും. 10,000 പോവും. 10,000 ആണ് ഇതിന് ചെലവ്. ഡിവൈസ് ഘടിപ്പിക്കും. ആ ഡിവൈസ് ഘടിപ്പിച്ച് കഴിഞ്ഞ് മേലോട്ട് പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ മർദ്ദം, അതുപോലെ തന്നെ കാലാവസ്ഥ എല്ലാ സ്ഥലങ്ങളിലേക്കും, പിന്നെ പ്ലെയിനിലും എല്ലാ സ്ഥലങ്ങളിലേക്കും നെറ്റ് വഴി ഇതിന്റെ ഡാറ്റകൾ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. രാവിലെയും വൈകുന്നേരവും ഇതിങ്ങനെ വിടുന്നുണ്ട്. പിന്നെ ഒരു നേരത്തെ ചെലവ് 10,000 രൂപയാണ് അതിന് ഡിവൈസ് ഘടിപ്പിക്കാനാണ് പോകുന്നത്. ഡിവൈസ് ഫോട്ടോ എടുക്കും. ഇതാണല്ലേ? ഇതാണ് ആ ഡിവൈസ്. നമ്മുടെ ഇവിടുത്തെ സാറാണ്, രാജസ്ഥാനിൽ നിന്നുള്ള സാറാണ്, ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ ഡിവൈസ് ഇത് മുന്നിൽ ഘടിപ്പിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്.
ഇതൊക്കെ കടലിൽ തന്നെ വീഴുത് അതെ വീട് അതാണ് പോവും ഒരു വീടും കടലിൽ പോവും GPS ഉണ്ട് അല്ലേ? ബാറ്ററി വെച്ചിട്ടാ റൺ ചെയ്യുന്നത്. battery in this and this will send data. ഈ ബലൂണ് ഓക്കെ യെസ് വിട്ടു 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 പോയി പോയി. नीचे आएगा अभी नहीं अभी ये जब बैलून ब्रस्ट हो जाएगा तब नीचे आएगा. പോയി പോയി. टाइम है वो वापस आएगा बाकी ये 20 किलोमीटर के लगभग ऊपर जाएगा. साथ नाम क्या है? गौरी शंकर. ഗൗരി ശങ്കർ സാബ് है वो ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് बोलेगा. ओके सर. अब ये बैलून जैसे जैसे वो इसमें हाइड्रोजन गैस भरा हुआ है तो ये हाइड्रोजन गैस ये वायु से हल्का है तो ये ऊपर जाएगा और जब ये 20 किलोमीटर तक ऑलमोस्ट जाता है उसके बाद में जैसे प्रेशर बढ़ेगा एयर का तो ये बैलून ब्रस्ट हो जाएगा, फट जाएगा तो इसमें से हाइड्रोजन निकल जाएगी तब ये वापस कहीं पे सी में फिर से नीचे डिस्पोज हो जाएगा. वो पूरा डिटेल्स कंप्यूटर में आएगा. हाँ उसमें क्या उधर छत पे GPS एंटीना लगा हुआ है और बैलून के नीचे GPS सोंडे लगा है तो ये दोनों आपस में कनेक्ट रहते हैं. जब तक ये दोनों कनेक्ट रहेंगे तब तक वो डेटा ट्रांसमिट होता रहेगा कंप्यूटर के अंदर. ओके ओके. और आफ्टर 1 hour 130 minute डेटा विल कम. आफ्टर 1 hour 1 hour आफ्टर डिटेल्स नीचे आएगा. details नीचे आएगा. ഓക്കെ 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 ശുക്രിയ ശുക്രിയ. Thank അമിനി ദ്വീപിൽ നമ്മളെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്ന് വളരെ മനോഹരമായിട്ട് ഉച്ചഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കാസിം ഒക്കെയാണ്. അപ്പം താങ്ക് യു, സൂപ്പറായി. ഓക്കെ നാട്ടിൽ വരുമ്പോൾ വരും മലപ്പുറം. അങ്ങനെ ഞങ്ങൾ അമിനി ദ്വീപിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം കർമ്മത്ത് ദ്വീപിലേക്ക് ബോട്ട് മാർഗം മടങ്ങുകയാണ്. അപ്പോൾ ഞാനും എന്താ വിളിക്കലേ കുഞ്ഞുവമ്പനും ഞങ്ങളിവിടെ ഇവിടെ അടുത്ത് ഒരു കല്യാണം ഉണ്ട്, അങ്ങോട്ട് പോവാണ് ബൈക്കിൽ. നമ്മുടെ ഹസീബ് മൂത്തോനെ കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ഓക്കെ കുഞ്ഞുവമ്പനാണിത്. അപ്പോൾ ഹസീബ് മൂത്തോൻ കുഞ്ഞുവമ്പൻ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. ഓക്കെ നമ്മളങ്ങനെ ലക്ഷദ്വീപിലെ കല്യാണ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്, വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഇതാണ് കല്യാണ വീട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ടിൻ്റെ ഒരു പാരഡി ഗാനാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സ്പീക്കർ ഉണ്ട്, അവിടെ നിന്നാണ് പാട്ട്. നമുക്ക് പാരഡി ഗാനം കേൾക്കാം കേട്ടോ. ഓക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇവിടെ ഭക്ഷണത്തിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിവിടെ കല്യാണത്തിന് എത്തിയിരിക്കുകയാണ്. ഇത് ബീഫല്ലേ? ഇത് മീൻകറി അല്ലേ? ഒക്കെ നമ്മുടെ കുഞ്ഞുവമ്പൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. പത്തിരി, മീൻകറി. ഓക്കെ നാട്ടിലുള്ളത് പോലെയല്ല, തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിരിയാണ്. തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിരി. പിന്നെ ഇത് ബീഫ് കറിയാണ്. പിന്നെ ഇത് ബീഫ് വരട്ടിയതാണ്. പക്ഷേ നമ്മളെ നാട്ടിലുള്ളത് പോലെ ബീഫ് വരട്ടിയതിൽ വരെ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഓക്കെ നമ്മൾ അപ്പത്തിലൊക്കെ ഇടുന്ന പോലെ ഉണങ്ങിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ കടായി മോഡൽ സെറ്റപ്പാണ്. പിന്നെ ഇത് ഗ്രീൻ പീസ് ഉണ്ട്, അതേപോലെ കാബേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പോൾ നമ്മളെ ടീംസിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഇതാണ് കല്യാണം വീട് കേട്ടോ. നിറയെ ആളുകളുണ്ട്. പിന്നെ പത്തിരി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തേങ്ങാച്ചോറ് അതേപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ട് കേട്ടോ. ഓക്കെ പിന്നെ അതിന് കൂടെ കട്ടൻ ചായ ഉണ്ട്. ഇത് പായസല്ലേ? ഇത് പായസമായി മഞ്ഞ കസ്റ്റാർഡ് പായസം അല്ലേ? പായസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പരിപാടി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. എനിക്ക് എങ്ങനെ കാണാൻ കഴിയും
ഈ അട്ടിയിട്ട ഈ പ്ലേറ്റിലൊക്കെ നിശ്ചിത എണ്ണം പത്തിരിയാണ് കൊണ്ടുവരിക. ഞങ്ങളുടെ ടീം നല്ല ഫോമിലേനി അടിച്ച് മിന്നിയിട്ടുണ്ട് എല്ലാവരും ഇല്ലേ. അടിപൊളി വിഭവസമൃദ്ധമായിട്ടുള്ള കല്യാണമാണ്. ഇതിപ്പോൾ പെണ്ണിൻ്റെ വീടാണ്. പിന്നെ ഈ പായസത്തിൽ വിവിധതരം ഫ്രൂട്ട്സ് കാരക്ക വരെ കിട്ടി, തേങ്ങ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുള്ളതാണ്. ഉണ്ടോ ഇത്ര അടി പത്തിരി ഞങ്ങൾ തിന്ന് കഴിഞ്ഞു. എല്ലാ പാത്രങ്ങളും കാലിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കല്യാണ വീട്ടിലെ ചോറ്ററ. ഓക്കെ, പന്തലൊന്നും നമ്മളടുത്ത പോലെയല്ല, ഇത് വേറെ കയറൊക്കെ ഉപയോഗിച്ചിട്ട് വേറെ രീതിയിൽ കെട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, വീട്ടിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് വെറ്റില തിന്ന. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ വെറ്റില കഴിക്കാൻ വീഡിയോ വെറ്റില. ഇത് വെറ്റിലല്ലേ? എല്ലാവരും പട്ടത്തിൽ ഇരുന്ന് വെറ്റില കഴിക്കാണ്. ഇതാണ് ചെക്കൻ്റെ ഇവിടെയുള്ള മണിയറ. ഇതാണ് ചെക്കൻ്റെ വീട്ടിലെ ആളുകൾ. കേട്ടോ. ഓക്കെ, ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പാരഡി ഗാനം ഇറക്കിയതാണ് കേട്ടോ. കടമത്തെ എന്നൊക്കെ പറയുന്ന ചെക്കൻ്റെ പേര് പെണ്ണിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അതിൽ. ഓക്കെ, ചെക്കനൊക്കെ വേറെ മാറ്റിയിട്ടാണ്. എല്ലാവരും അവിടെ ഉറങ്ങാം. ചെക്കൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണ് ഉറങ്ങുക എല്ലാവരും. ആ പെണ്ണ് വേറെ റൂമിലായിരിക്കും. പെണ്ണ് ചെക്കൻ്റെ വീട്ടിലായിരിക്കും ഇന്ന് രാത്രി. പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് രാത്രി, ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് രാത്രി. ചെക്കൻ്റെ ഫ്രണ്ട്സും ചെക്കൻ്റെ ഫ്രണ്ട്സും പെണ്ണിൻ്റെ വീട്ടിൽ. ചില കലാപരിപാടികൾ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റും. 2-3 ദിവസത്തേക്കൊക്കെ ഫ്രണ്ട്സ് വന്നാൽ കിടന്നുറങ്ങും. 2-3 ദിവസമൊക്കെ 2-3 ദിവസമൊക്കെ ചെക്കൻ്റെ കൂട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് അവരെ ഉറങ്ങാനൊന്നും സമ്മതിക്കാതെ അങ്ങനെ ആണെന്നാണ് പറയുന്നത്. ദ്വീപിൽ ഇവർ തന്നെ ഇവിടെ പ്രാദേശികമായിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രത്യേകതരം കട്ടയാണിത്. ഇത് കടലിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് ഇതാ ഇങ്ങനത്തെ കല്ലുകളുണ്ടല്ലോ, ഇതും ഇങ്ങനത്തെ അരഞ്ചി കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്തോ തരം പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന കല്ലുകളാണ്. മറ്റ് കട്ടകളോ മറ്റ് കല്ലുകളോ മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും പിന്നെ കേരളത്തിൽ നിന്നും മറ്റു മംഗലാപുരത്തും പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ വരണം. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവർ അധികമായിട്ടും ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ഇതാണ് ഇവിടുത്തെ ഡീസൽ ടാങ്ക്. ഈ ദ്വീപിലെ ബോട്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡീസലും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്ന ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള എണ്ണ സംഭരണിയാണ് അല്ലേ മാഷേ? സബ്സിഡി കൊടുക്കും. സബ്സിഡിയോട് കൂടി ആളുകൾക്ക് ബോട്ടുകൾക്ക് മാത്രം ലക്ഷദ്വീപിലെ കുട്ടികൾ മനോഹരമായി കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല നീല വെള്ളം, നമ്മുടെ കുട്ടികളൊക്കെ അതാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കളിക്ക എന്ത് കളി കളിക്കണേ? സ്കൂളിൽ പോയണ്ടോ? എത്രയുള്ള എല്ലാവരും? 7 യോ 4 6 എത്രയുള്ള? സ്കൂളിൽ പോയില്ല? 1 3 എത്രയുള്ള സ്കൂളിൽ? 5 യോ എത്രയുള്ള സ്കൂളിൽ? 5-ലെത്തിയോ? 1-ലെത്തിയിട്ടുള്ളൂ. എല്ലാരും ഒന്നല്ലേ നിങ്ങൾ കളിക്കാണ് അല്ലേ? നിങ്ങൾ പോട്ടെ. ഇലക്ഷൻ കഴിഞ്ഞു. എന്റെ പേരെന്താ?
പേരെന്താ പറയും? പേരില്ല. ഒരു മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ബീച്ച്. ഇതിൻ്റെ സൈഡിലൊക്കെ പിന്നെ ചകിരിച്ചണ്ടി ഇതാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കടമത്ത് ദ്വീപിലെ ഒരു കയർ ഫാക്ടറിയാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചൂടി കയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ബീച്ചിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഫാക്ടറി കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ കയർ ഫാക്ടറിൻ്റെ അതിൻ്റെ വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാറ്. ഇത് ചകിരിച്ചണ്ടി തന്നെയാണ് ഇവിടെ പൂർണ്ണമായിട്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നമ്മുടെ ദ്വീപിൽ കണ്ട മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്. ബീച്ചിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതിയ ബോട്ട് പണി നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് മൂടിയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. പണി നടക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പണി നടന്നുകൊടുക്കല്ലേ. ആടുകളൊക്കെ നമുക്ക് ധാരാളം ഇവിടെ കാണാൻ കഴിയും. പക്ഷേ ആടുകൾക്ക് തീറ്റയായിട്ട് ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ച സമയത്ത് പുണ്ണാക്കും മറ്റു കാര്യങ്ങളൊക്കെ വരും, അത് കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. കടമത്ത് ദ്വീപിലെ ഒരു TTR ആർട്സ് ആൻഡ് സ്പോർട്സ് എഡ്യൂക്കേഷൻ ക്ലബ്ബ്. ഇതൊരു ക്ലബ്ബാണ് കേട്ടോ കടമത്ത്. ഓക്കെ, ക്ലബ്ബ് തുറന്നിട്ടില്ല. തുറന്നണമെങ്കിൽ ക്ലബ്ബ് അടിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, രജിസ്റ്ററും അടിയാധാരമുള്ള ക്ലബ്ബാണ്. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടമത്ത് ദ്വീപിലെ ഹോസ്പിറ്റലാണ്. ഓക്കെ, ഹോസ്പിറ്റലിന് മുമ്പിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. ഇത് ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ ബാർബർ ഷോപ്പിൻ്റെ ഡിസ്പ്ലേകളിൽ സിനിമാ താരങ്ങളുടെയും അതുപോലെ കായിക താരങ്ങളുടെയൊക്കെ ഫാഷൻ ഫോട്ടോകളും മറ്റൊക്കെയാണ് ഉണ്ടായാലും. പക്ഷേ ഇവിടെ ബാർബർ ഷോപ്പിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ളത് ഖുർആൻ വചനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. നിങ്ങളാ വെളിച്ചം കാണുന്ന ആ ഒരു ഏരിയയിലാണ് ഈ ദ്വീപിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൗസ്. ഈ ദ്വീപിലേക്കുള്ള മുഴുവൻ വൈദ്യുതിയും ജനറേറ്ററിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡീസൽ ഉപയോഗിച്ചിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച ശേഷമാണ് ഇവിടെയുള്ള മുഴുവൻ വീടുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി നൽകുന്നത്. മീനുകളൊക്കെ ഒരു മറ്റേ ഗണ്ണുപയോഗിച്ചിട്ട് പിടിക്കുന്നതാണ്. അതാണ് ഇവിടെ നടുവിലൊക്കെ ഇത് കാണുന്നത്, ഓട്ടോ പോലെ കാണുന്നത്. ഓക്കെ, നീന്തി പോയിട്ട് ഗണ്ണുകൊണ്ട് പിടിക്കാം. ഇവരാണിത് പിടിച്ചത് കേട്ടോ.